ഹായ് ഓൾ, വെൽക്കം ടു SCRT സമഗ്ര. ഇന്ന് ന്യൂ SCRT ടെക്സ്റ്റ് ബുക്കിലെ 8ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ ലോക ഭൂപടത്തിൽ യൂറോപ്പ് എന്ന ചാപ്റ്ററിലെ ചെറിയൊരു പോർഷനാണ് പറയുന്നത്. എന്താണ് ഫിയോഡുകൾ? ഹിമാനികളുടെ അപരദന പ്രക്രിയയിലൂടെ യു ആകൃതിയിൽ രൂപം കൊള്ളുന്ന താഴ്വരകളാണ് യു രൂപ താഴ്വരകൾ. ഹിമാനികളുടെ അപരദന പ്രക്രിയയിലൂടെ യു ആകൃതിയിൽ രൂപം കൊള്ളുന്ന താഴ്വരകളെ എന്താ പറയുന്നത്? യു രൂപ താഴ്വരകള്. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ സമുദ്ര തീരങ്ങളില് ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളാണ് ഫിയോഡുകള്. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ സമുദ്ര തീരങ്ങളിൽ ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളാണ് ഫിയോഡുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹിമാനികളുടെ അപരദ പ്രക്രിയയിലൂടെ യു ആകൃതിയിൽ രൂപം കൊള്ളുന്ന താഴ്വരകളാണ് യു രൂപ താഴ്വരകൾ. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ സമുദ്ര തീരങ്ങളിൽ ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളാണ് ഫിയോഡുകൾ എന്ന് പറയുന്നത്. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന പ്രദേശങ്ങളിലെ ഫിയോഡുകളിലെ പ്ലവകങ്ങൾ, അതായത് പ്ലാങ്ക്ടൺസ് ധാരാളമായിട്ട് വളരുന്നുണ്ട്. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന പ്രദേശങ്ങളിലെ ഫിയോഡുകളിലെ പ്ലവകങ്ങൾ, അതായത് പ്ലാങ്ക്ടൺസ് ധാരാളമായി വളരുന്നു. പ്ലവകങ്ങൾ ആഹരിക്കുന്നതിനായിട്ട് ധാരാളം മത്സ്യങ്ങൾ എത്തുന്നതിനായി ഈ പ്രദേശങ്ങൾ മത്സ്യസമ്പന്നമാണ്. അതിനാൽ സ്കാൻഡിനേവിയൻ പ്രദേശം മത്സ്യബന്ധനത്തിന് പേര് കേട്ടതാണ്. പ്ലവകങ്ങളെ ആഹരിക്കുന്നതിനായിട്ട് ധാരാളം മത്സ്യങ്ങൾ എത്തുന്നതിനായി ഈ പ്രദേശങ്ങൾ മത്സ്യസമ്പന്നമാണ്. അതിനാലാണ് സ്കാൻഡിനേവിയൻ പ്രദേശം മത്സ്യബന്ധനത്തിന് പേര് കേട്ടതായത്. അപ്പൊ എന്താണ് ഫിയോഡുകൾ? ഹിമാനിയുടെ അപരദന പ്രക്രിയയിലൂടെ യു ആകൃതിയിൽ രൂപം കൊള്ളുന്ന താഴ്വരകളാണ് യു രൂപ താഴ്വരകൾ. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ സമുദ്ര തീരങ്ങളിൽ ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളെയാണ് ഫിയോഡുകൾ എന്ന് പറയുന്നത്. ഈ ഉഷ്ണജല ശീതജല പ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന പ്രദേശങ്ങളിലെ ഫിയോഡുകളിലെ പ്ലവകങ്ങൾ ഓർ അല്ലെങ്കിൽ എന്താ പറയാ, പ്ലാങ്ക്ടൺസ് കേട്ടോ. പ്ലവകങ്ങൾ അല്ലെങ്കിൽ പ്ലാങ്ക്ടൺസ് ധാരാളമായിട്ട് വളരുന്നുണ്ട്. ഈ പ്ലവകങ്ങളെ ആഹരിക്കുന്നതിനായിട്ട് ധാരാളം മത്സ്യങ്ങൾ എത്തുന്നതിനായി ഈ പ്രദേശം മത്സ്യസമ്പന്നമാണ്. അതിനാൽ സ്കാൻഡിനേവിയൻ പ്രദേശം മത്സ്യബന്ധനത്തിന് പേര് കേട്ടതാണ്. ഓക്കെ ആണോ? ഫിയോഡുകൾ ഓക്കെ അല്ലേ? താങ്ക് യു.